ഈ കൊച്ചുകുട്ടിയുടെ വയർ വലുതായിക്കൊണ്ടിരിക്കുന്നു. അവൾ താൻ പ്രഗ്നന്റ് ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് വെറും സ്റ്റൊമക് ഇഷ്യൂ ആണെന്ന് അമ്മ പറയുന്നു. ഇതിനു മുൻപൊരു ദിവസം അവൾക്ക് കഠിനമായ വയറുവേദന ഉണ്ടാവുന്നു. പാരന്റ്സ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ കുറെ ടെസ്റ്റുകൾ ചെയ്ത ഡോക്ടർ അവൾക്ക് ജീവൻ രക്ഷിക്കാനാവാത്ത രോഗമാണെന്ന് പറയുന്നു. അവർ അവളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. പക്ഷെ അന്നു മുതൽ അവളുടെ വയർ വലുതായിക്കൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് ആ ഡോക്ടർ പറയുന്നതൊന്നും വിശ്വാസമാവുന്നില്ല. അതുകൊണ്ട് മകളെ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അവിടെയുള്ള പ്രശസ്തനായ ഒരു ഡോക്ടറിനെ കാണിക്കുന്നു. ഡോക്ടർ അവൾക്ക് റെയർ ആയ ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണെന്ന് പറയുന്നു. അത് അവളുടെ ഫുഡ് ഡൈജസ്റ്റ് നന്നായി നടക്കാത്തത് കൊണ്ടാണെന്നും അതിന് ചികിത്സയില്ലെന്നും പറയുന്നു. എല്ലാ രാത്രിയിലും അവൾക്ക് കഠിനമായ വേദന ഉണ്ടാവുന്നു. അവൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അവൾ പതിയെ വിഷാദത്തിലേക്ക് പോകുന്നു. ആത്മവിശ്വാസവും നഷ്ടമാവുന്നു. ഒരു ദിവസം അവൾ അവൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അമ്മയോട് പറയുന്നു. അവൾ മരിക്കുമെന്ന് അവൾ വിശ്വസിക്കുന്നു. അത് കേട്ട് അമ്മ വിഷമത്തിൽ കരയാൻ തുടങ്ങുന്നു. അപ്പോൾ അവളുടെ സിസ്റ്റേഴ്സ് അവളെ കാണാനായി വരുന്നു. അവർ പരസ്പരം കണ്ടപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു. ഒരു മരുന്നിനും ഇനി അവളെ രക്ഷിക്കാനാവില്ലെന്ന് ഡോക്ടർ പറയുന്നു. അതുകൊണ്ട് പാരന്റ്സ് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അവളും ചേച്ചിയും പുറത്തുപോയി കളിക്കുന്നു. അവളെ സന്തോഷിപ്പിക്കുന്നതിനായി ചേച്ചി അവൾക്കൊപ്പം മരത്തിൽ കയറുന്നു. പക്ഷെ അപ്പോൾ ഒരു അപകടം സംഭവിക്കുന്നു. ആ മരത്തിന്റെ ചില്ലയൊടിഞ്ഞ് ആ പെൺകുട്ടി വലിയൊരു പൊത്തിലേക്ക് വീഴുന്നു. അവളുടെ ബോധം മറയുന്നു. അവളെ പുറത്തെടുക്കുന്നതിനായി ഫയർ ഫൈറ്റേഴ്സ് വരുന്നു. മരത്തിലെ പൊത്ത് വളരെയധികം താഴ്ചയുള്ളതാണ്. തന്റെ മകളെ രക്ഷിക്കാൻ അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി മണിക്കൂറുകൾക്ക് ശേഷം അവരവളെ പുറത്തെടുക്കുന്നു. അതിനുശേഷം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഭാഗ്യത്തിന് അവൾക്ക് ചെറിയ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു വലിയ അത്ഭുതവും നടന്നിരിക്കുന്നു. അവൾക്കുണ്ടായിരുന്ന വലിയ വയർ അപ്രത്യക്ഷമായിരിക്കുന്നു. വേദനയുമില്ല. അത് കണ്ട അമ്മ അവളെ വീണ്ടും ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അവൾക്ക് പൂർണ്ണമായും രോഗം ഭേദമായത് ഡോക്ടറിന് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അമ്മയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നു. അപ്പോൾ അവൾ ഒരു കാര്യം പറയുന്നു. അവൾ ആ പൊത്തിലേക്ക് വീണ സമയം അവളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി. അവൾ അവിടെ വെച്ച് ദൈവത്തെ കണ്ടു. അതിനുശേഷം ആ കഥ മീഡിയാസ് റിപ്പോർട്ട് ചെയ്ത് അമ്മ ഒരു സ്ഥലത്ത് സംസാരിക്കാനായി വരുന്നു. ദൈവത്തെ അവിശ്വസിച്ച താൻ ഇന്ന് ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് പറയുന്നു.